തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സഖാവ് പി.എസ്. പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യും. ഏറ്റവും കുറഞ്ഞത് 90 ദിവസമെങ്കിലും സഖാവ് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം മുമ്പ് വാസുവിനും അതുപോലെ പത്മകുമാറിനും ബാക്കി പ്രതികൾക്കുമൊക്കെ 90 ദിവസം കഴിഞ്ഞിട്ടാണ് കോടതിയിൽ ജാമ്യം കിട്ടിയത്. ഈ കുറ്റത്തിൻ്റെ ഗൗരവം പരിഗണിച്ചും ഇവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുടെ പ്രാബല്യം പരിഗണിച്ചും തീർച്ചയായിട്ടും കോടതി അത്ര പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവർക്ക് ജാമ്യം കൊടുക്കുകയും മുമ്പുണ്ടായിരുന്നവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലുള്ള വിവേചനം കൂടി ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതിനെക്കുറിച്ച് ഈ സമയത്ത് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. കാരണം ഇതൊക്കെ കോടതിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ നേരത്തെ ജാമ്യം കിട്ടിയേക്കാം. അല്ല 90 ദിവസത്തിന് മുമ്പ് ഈ പ്രത്യേക അന്വേഷണ സംഘം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഈ ജാമ്യം പിന്നെ വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രവചനം ഈ ഘട്ടത്തിൽ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആരാണ് ഈ പി.എസ്. പ്രശാന്ത്? അദ്ദേഹം ബാലവേദിയിൽ കൂടി വന്ന ആളല്ല. എസ്.എഫ്.ഐയിൽ കൂടിയോ DYFIയിൽ കൂടിയോ അല്ലെങ്കിൽ CITUവിൽ കൂടിയോ വർഗ ബഹുജന സംഘടനകളിൽ കൂടിയോ CPMൽ വന്ന ആളല്ല. പുള്ളി CPM കാരൻ തന്നെ ആയിരുന്നില്ല. അദ്ദേഹം നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനായിരുന്നു. KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായി. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അരുമ വാത്സല്യ ഭാജനമായി മാറി. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത, അദ്ദേഹത്തിന് വാത്സല്യം തോന്നുന്ന നേതാക്കന്മാരെയൊക്കെ പുള്ളി കൈപിടിച്ച് ഉയർത്തും. എത്ര ഉയർത്തിയാലും പുള്ളിക്ക് മതിയാവുകയില്ല. അങ്ങനെ ഉയർത്തപ്പെട്ടവരാണ് ഈ PC വിശ്വനാഥ്, അതുപോലെ തന്നെ D കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ, ഇവരൊക്കെ. ഇവർ പലരും പിന്നീട് സമയം കിട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ കടിച്ചു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കടിച്ചവരിൽ ഒരാൾ കൂടിയാണ് പി.എസ്. പ്രശാന്ത്. പുള്ളിക്ക് നെടുമങ്ങാട്ട് മത്സരിക്കാൻ സീറ്റ് മേടിച്ചു കൊടുത്തു പോലും ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു വിശ്വസനായ പാലൂട് രവിയുടെ പേര് വെട്ടിയിട്ടാണ് ഈ പി.എസ്. പ്രശാന്തിന് സീറ്റ് കൊടുത്തത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? സീറ്റ് നെടുമങ്ങാടായതുകൊണ്ടും എതിർ സ്ഥാനാർത്ഥി നമ്മുടെ GR അനിലായതുകൊണ്ടും അനിൽ കുറേ കൂടി പ്രബലനും ജനകീയനും ജനസ്വീകാര്യനുമായതുകൊണ്ടും അദ്ദേഹമാണ് ജയിച്ചത്. തോറ്റു എന്ന് കരുതിയിട്ട് ഉമ്മൻചാണ്ടി സാറ് പ്രശാന്തിനെ അങ്ങനെ കൈവിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പ്രശാന്തിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വീർപ്പ് മുട്ടൽ തോന്നി. ഇനി ഈ കോൺഗ്രസിൽ കൂടി പൊതുപ്രവർത്തനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. 10 പുത്രനുണ്ടാക്കണമെങ്കിൽ, പത്മനാഭസ്വാമിയുടെ 10 ചക്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ട് യാതൊരു കാര്യങ്ങളുമില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ എന്താണ് അടുത്ത മാർഗം? BJPയിൽ ചേർന്നിട്ട് വിശേഷമില്ല. ഇതിനേക്കാൾ വലിയ കള്ളന്മാരും ബുദ്ധി അർപ്പന്മാരും അവിടെ നിൽക്കുന്നത്. എന്നാൽ പിന്നെ എന്തരി? അപ്പോഴാണ് പുള്ളിക്ക് പെട്ടെന്ന് പിണറായി സഖാവിൻ്റെ മുഖങ്ങൾ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വന്നത്. എന്നാൽ പിന്നെ പിണറായി സഖാവിനെ സേവിച്ച് കളയാമെന്ന് കരുതി പുള്ളി വാലിഞ്ചൂരിറ്റി നമ്മുടെ AKG സെൻറ്ററുകളിൽ ചെന്നു. അവിടെ ചെന്ന് കോടിയേരി സഖാവിനെ കണ്ടു, വിജയരാജ സഖാവിനെ കണ്ടു, ഗോവിന്ദ സഖാവിനെ കണ്ടു, പിന്നെ പിണറായി സഖാവിനെ കണ്ടു. അങ്ങനെ അദ്ദേഹം ചുവന്ന ഷാള് പുതച്ച് CPM കാരനായി. CPM കാരിങ്ങനെയാണ്, ഈ സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അവസരം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ വലിഞ്ഞു കയറിയ ഒന്നന്മാർക്ക് വലിയ സ്വീകരണം. അങ്ങനെ ഇദ്ദേഹത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ വലിയ ഒരു ചക്കരക്കുടമാണ് കിട്ടിയത്. ഇയാൾ കോൺഗ്രസ്സുകാരനുള്ളൂ, അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സുകാരൻ, പോരാത്തതിന് മാർക്സിസ്റ്റ് വേഷധാരിയുമാണ്. അപ്പോൾ ചക്കരക്കുടമാണ് മുമ്പിലിരിക്കുന്നത്. പുള്ളി കൈയിട്ട് വാരി അതിലിപ്പോൾ എന്തിന് അത്ഭുതങ്ങൾ? ഒരത്ഭുതമില്ല. പക്ഷേ സഖാവ് വിചാരിച്ചില്ല ഇതിനൊരു അവസാനം ഉണ്ടാകും. നമ്മുടെ ഭരണം കഴിയുമ്പോഴത്തേക്കും ഹൈക്കോടതിയുടെ പിടി വീഴും. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഭയങ്കരനായ ഒരു ജില്ലാ ജഡ്ജിക്ക് അതിൻ്റെ ചുമതല കിട്ടും. ലവൻ അപ്പം തന്നെ റിപ്പോർട്ട് എഴുതി ഹൈക്കോടതിക്ക് കൊടുക്കും. ഹൈക്കോടതി അത് സീരിയസുകളായിട്ട് എടുക്കും. എടുക്കുന്ന വഴി നമ്മുടെ കഴുത്തിന് പിടുത്തങ്ങൾ വരും. ഏതായാലും പിടുത്തങ്ങൾ ഗംഭീരമായി. പിടുത്തങ്ങൾ അതിഭയങ്കരമായി. എന്തുകൊണ്ടാണ് അറസ്റ്റ് ഇത്ര വൈകിയെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുള്ളൂ. ഏതായാലും സഖാവിന് കുറച്ച് നാൾ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് പത്മനാഭസ്വാമിയുടെ കൊഴുക്കട്ടയും ഗോതമ്പൂട്ടയൊക്കെ കഴിച്ച് സന്തോഷങ്ങളായിട്ട് കഴിയാം. ഈ സഖാവിൻ്റെ കൂടെ അജികുമാർ എന്ന് പറഞ്ഞ വേറൊരു സഖാവ് കൂടി പോയിട്ടുണ്ട്. പുള്ളി വലിയ വിപ്ലവ പാരമ്പര്യങ്ങൾ ഉള്ള ആളാണ്. അദ്ദേഹത്തിനും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഗോതമ്പൂട്ട കഴിച്ച് കിടക്കാനുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് തമാശകൾ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ വലിഞ്ഞു കയറി വരുന്നവന്മാരെയും വരത്തന്മാരെയൊക്കെ യാതൊരു ആലോചനയും കൂടാതെ തന്ത്രപ്രധാനമായ സീറ്റുകളിൽ വെക്കുന്ന നമ്മുടെ പിണറായി സഖാവിൻ്റെ ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയാണ് ബുദ്ധി. എവരൊക്കെ എന്താണ് ഇനം, എവിടെ കയറ്റിവിട്ടാലാണ് എന്ത് അതിക്രമമാണ് ചെയ്യുന്നത് എന്നറിയാൻ പാടില്ലാത്തവരല്ല. കോൺഗ്രസ്സുകാരുടെ വർഗ്ഗ സ്വഭാവം അറിയാം. എവിടെ ചക്കരക്കുടം പോയിട്ട് വെറും കാലിക്കുടം കണ്ടാലും കൈയിടുന്നവരാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ചക്കരക്കുടത്തിൻ്റെ ചുമതല അവരെ ഏൽപ്പിച്ച
AKG സെൻറ്ററിലിരിക്കുന്ന ധീരന്മാരെയും ഹജൂർ കച്ചേരിയിലിരിക്കുന്ന ഇരുന്നിരുന്ന മാന്യന്മാരെയുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കേണ്ടത്. ദേവസ്വം ബോർഡിൽ മാർസിഷ്യാരെ വച്ചാൽ കളമടക്കും എന്ന് പത്മകുമാർ തെളിയിച്ചു, വാസു തെളിയിച്ചു. അവിടെയാണ് നമ്മൾ കോൺഗ്രസ്സുകാരനായ പ്രശാന്തിനെ കയറ്റിവെച്ചത്. അപ്പോൾ കളവ് നടത്തിക്കോട്ടെ, 10 ചക്ര ഇവരെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത്. ഇപ്പോൾ ഏതായാലും ത്യാഗത്തിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടി. ഈ അഴിമതി ശബരിമലയിൽ നിന്ന് സ്വർണ്ണ കൊള്ളയൊക്കെ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്കൗണ്ടിൽ എഴുതി. മാർക്സിസ്റ്റുകാർക്ക് ഇതിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുകയുമില്ല. മാർക്സിസ്റ്റുകാരാണ് വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് സഖാവ് പത്മകുമാറിനെയും സഖാവായി തീർന്ന പ്രശാന്തനെയും അവിടെ കയറ്റിയിരുത്തിയത്. അതുകൊണ്ടാണ് സഖാക്കന്മാർക്ക് ഇപ്പോൾ റോട്ടിലിറങ്ങി കിടക്കാൻ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചത്. ഏതായാലും ഒന്നുകൊണ്ടും 9 കൊണ്ടും പഠിക്കുകയില്ല, കണ്ടാലും കൊണ്ടാലും പഠിക്കുകയില്ല എന്നുള്ളത് CPMൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുണ്ട്, പാർട്ടി ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്, പാർട്ടി പരിപാടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞ് വായിൽ വെള്ളം പറ്റിക്കാതെ മാത്രമേ ഉള്ളൂ. എന്നെ നല്ല ഡബ്ബാവാൻ ഞാൻ നന്നാവില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ പണ്ട് തൊട്ടേയുള്ള ഒരു മുദ്രാവാക്യം. അതുകൊണ്ട് ഇത് വരും, ഇതിൻ്റെ അപ്പുറവും വരും, ഇതിന് വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ലാൽ സലാം.